ചടയമംഗലത്ത് ജുവലറിയിൽ മോഷണശ്രമം നടത്തിയ യുവതിയെയും യുവാവിനെയും പോലീസ് പിടികൂടി. നെടുമങ്ങാട് സ്വദേശി സുജിത്ത, പാലോട് സ്വദേശി സ്വപ്ന എന്നിവരെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 19-ാം തീയതിയായിരുന്നു ഇരുവരും ചേർന്ന പോലീസ് സ്റ്റേഷന് സമീപത്ത് മോഷണശ്രമം നടത്തിയത്. സ്റ്റേഷന് സമീപത്തായി നടന്ന മോഷണശ്രമം പോലീസിന് ഏറെ തലവേദനയാണ് സൃഷ്ടിച്ചത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച 2 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു അന്വേഷണം നടത്തിയത്. യുവതിയും യുവാവും സഞ്ചരിച്ച സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റുകൾ മടക്കി വെച്ചത് കാരണം അന്വേഷണം ശ്രമകരമായിരുന്നു. മോഷണശ്രമത്തിന് തലേദിവസം ജുവലറിയിലെത്തിയ യുവതി സ്വർണ്ണാഭരണങ്ങൾ നോക്കി വിലകൾ ചോദിച്ചു മനസ്സിലാക്കി. അടുത്ത ദിവസം ഭർത്താവിനെയും കൂട്ടി വരാമെന്ന് പറഞ്ഞ് മടങ്ങി. തുടർന്ന് 19-ാം തീയതി യുവാവിനൊപ്പം വന്ന് മോഷണശ്രമം നടത്തുകയായിരുന്നു. യുവതി മാല കൈക്കലാക്കിയെന്ന് കരുതി യുവാവ് ജുവലറി ജീവനക്കാർക്ക് നേരെ പെപ്പർ സ്പ്രേ അടിക്കുകയും ചെയ്തു. തുടർന്ന് പുറത്തേക്കിറങ്ങി ഓടിയ ഇരുവരും അകത്തുള്ളവർ പുറത്തിറങ്ങാതിരിക്കുവാൻ വേണ്ടി ജുവലറിയുടെ ഡോർ യുവാവ് തള്ളിപ്പിടിക്കുകയും ചെയ്തു. ഈ സമയം സ്കൂട്ടർ യുവതി സ്റ്റാർട്ട് ചെയ്യുകയും യുവാവ് ഓടിവന്ന് കയറി രക്ഷപ്പെടുകയും ചെയ്തു. ഇരുവരും ചടയമംഗലം പോരേടം ഭാഗത്തേക്ക് വാഹനമോടിച്ചു പോവുകയും ചെയ്തു. മോഷണശ്രമം നടത്തിയതിനു ശേഷം ചടയമംഗലം പോരേടം പാതയിലൂടെ സഞ്ചരിച്ച ഇവർക്ക് ആദ്യം വഴിതെറ്റുകയും കലയം ഭാഗത്തെത്തി ഇവർ വഴി ചോദിച്ചു മനസ്സിലാക്കി ജഡായു ടൂറിസം റോഡിലൂടെ നിലമേൽ ഭാഗത്തേക്ക് പോവുകയും ചെയ്തു. നിലമേൽ വഴി കടയ്ക്കൽ കൊല്ലായിൽ റോഡിലെത്തുകയും പാലോട് ജംഗ്ഷന് വെച്ച് സ്കൂട്ടർ മാറുകയും ചെയ്തു. യുവതി മാറിക്കേറിയ സ്കൂട്ടറിൻ്റെ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അഡ്രസ് കണ്ടെത്തി മൊബൈൽ ടവർ ലൊക്കേറ്റ് ചെയ്ത പാലോട് നിന്നും യുവതിയെ കസ്റ്റഡിയിലെടുത്തു. യുവതിയുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ കുറ്റം സമ്മതിക്കുകയും തന്നോടൊപ്പം ഉണ്ടായിരുന്ന നെടുമങ്ങാട് സ്വദേശിയായ സുഹൃത്ത് സുജിത്താണെന്ന് പറയുകയും ചെയ്തു. സുജിത്തിൻ്റെ ഫോൺ ലൊക്കേറ്റ് ചെയ്ത യുവതിയെയും കൂട്ടി പോലീസ് ഇയാളുടെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തു. യുവതി വിവാഹിതയും വിദൂര വിദ്യാഭ്യാസം വഴി MBAക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിനിയുമാണ്. യുവതിയും യുവാക്കളും വാഹന ഷോറൂമിൽ ഒരുമിച്ച് ജോലി ചെയ്തു വരികയും അവിടെ വെച്ചുണ്ടായ പരിചയവുമാണെന്ന് പോലീസ് പറയുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടാണ് മോഷണം നടത്തുന്നതിന് കാരണമായി ഇരുവരും പറഞ്ഞത്. മോഷണശ്രമത്തിന് തലേദിവസം യുവതി ജുവലറിയിൽ വന്നുപോയതിൻ്റെ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. 100-ൽ പരം CCTV ക്യാമറകളും പോലീസ് പരിശോധിച്ചു. 19/7/2024 അതായത് മെനഞ്ഞാന്ന് നമ്മുടെ ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചടയമംഗലം പോരേടം റോഡിലുള്ള ഒരു സ്വകാര്യ ജുവലറിയിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും എത്തി സ്വർണം വാങ്ങാനെന്ന വ്യാജേന കുറച്ച് സമയം അവിടെ തങ്ങുകയും അതിനുശേഷം സ്ത്രീയുടെ അവിടെ സ്റ്റാഫായി നിന്ന സ്ത്രീയുടെ മുഖത്ത് എന്തോ ഒരു വിധത്തിലുള്ള സ്പ്രേ, പെപ്പർ സ്പ്രേ ആണോ സംശയം പറയുന്നുണ്ട്, അങ്ങനെ സ്പ്രേ ഉപയോഗിച്ച് അവരെ ആക്രമിച്ച ശേഷം രണ്ടുപേരും കടന്നു കളഞ്ഞായിട്ടൊരു കേസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതിൻ്റെ അന്വേഷണത്തിൽ 2 ദിവസത്തെ നമ്മുടെ അന്വേഷണത്തിൽ പ്രതികളെ ആയിട്ടുള്ള 2 പേരെയും നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നൊരു സ്ത്രീയാണ്, മറ്റത് പുരുഷനാണ്. അപ്പോൾ അതിൽ അവർ 2 കുടുംബ സുഹൃത്തുക്കളാണ്. ഒരാളുടെ വീട് പാങ്ങോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഒരാളുടെ വീട് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുമാണ്. ചടയമംഗലം പോലീസിൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി സാബി മാത്യു IPS അവറുകൾ, കൊട്ടാരക്കര DSP വൈജുകുമാർ സാറ്, ചടയമംഗലം പോലീസ് ഉദ്യോഗസ്ഥർ, സ്ക്വാഡിലെ അംഗങ്ങൾ തുടങ്ങിയവർ നടത്തിയ അന്വേഷണത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ തന്നെ നമുക്ക് പ്രതികളെ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇവരെ അറ്റംപ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് കേസ്. അതിനകത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവരുടെ കുറ്റസമ്മതം ഈ പ്രകാരം ഈ സ്വർണം സ്ത്രീ എടുത്ത് കൈവശം വെച്ചിരുന്നു.
അത് തിരിച്ചു കൊടുത്ത വിവരം പുരുഷൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ കേസിന്റെ അന്വേഷണത്തിൽ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. കൂടുതലുള്ള കാര്യങ്ങൾ നമുക്ക് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കസ്റ്റഡിയിൽ മേടിച്ച് പറയാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇവർ തിരിച്ചു പോയ ശേഷം ഇവർ ആ സമയം ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ഉപേക്ഷിച്ചു. അത് പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഇവർ സഞ്ചരിച്ച ബൈക്ക് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് കാണാത്ത രീതിയിൽ മറച്ചു വെച്ചാണ് അവർ വന്നുകൊണ്ടിരുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടും കൊട്ടാരക്കരയിലും ആയൂരും ചടയമംഗലത്തുമുള്ള ഷോപ്പുകളാണ് അവർ നോക്കി വെച്ചിരുന്നത്. അതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് തോന്നിയത് ചടയമംഗലം ലിമിറ്റിലുള്ള ഒരിടത്തുള്ള നമ്മളെ ഈ ജ്വല്ലറിയിലാണ്. അവിടെ ആൾ കുറവായിരുന്നു. അവരല്പം ടൗണിൽ നിന്ന് മാറിയ സ്ഥലമാണ്. അതാണ് അത് തിരഞ്ഞെടുക്കാൻ കാരണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ നമ്മൾ കസ്റ്റഡിയിൽ മേടിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ചടയമംഗലം പോലീസ് സ്റ്റേഷൻ SHO സുനീഷ്, SI മോനിഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.